നമസ്കാരം. TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ഒടൂർ കുംഭാര കോളനിയിലെ ഒരു കുടുംബത്തിന്റെ ദുരവസ്ഥ ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്. 2 പെൺമക്കളുമായി പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച കൂരയിലാണ് രാജനും കുടുംബവും കഴിയുന്നത്. വീടിനായി അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെയും നടപടിയായില്ല. തീരദേശവാസികളുടെ ഭവന നിർമ്മാണ അപേക്ഷയിൽ ഇനിയും നടപടിയായില്ല. അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കേണ്ട തീരദേശ പരിപാലന സമിതി യോഗം ചേരാത്തതാണ് തീരദേശവാസികൾക്ക് ഇരുട്ടടിയായത്. താനൂർ നഗരസഭയിൽ നിന്ന് മാത്രം 110 അപേക്ഷകളാണ് അനുമതിക്കായി കാത്തുകിടക്കുന്നത്. കലക്ടർ അധ്യക്ഷനായ സമിതി 6 മാസം മുമ്പാണ് യോഗം ചേർന്നത്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം മണ്ണിട്ട് നികത്തുന്നതിന്റെ ഭാഗമായി തെയ്യാല താനൂർ റോഡിൽ കല്ലത്താണി ഭാഗം ചെളിക്കുളമായി. റോഡ് പൂർണ്ണമായും ചെമ്മണ്ണ് നിറഞ്ഞു. മഴ പെയ്തതോടെ ചെളിയിൽ വാഹനങ്ങൾ തെന്നി അപകടങ്ങളുമായി. വെള്ളിയാഴ്ച മാത്രം 4ലേറെ അപകടങ്ങളാണ് നടന്നത്. തിരൂർ കടലുണ്ടി റോഡിൽ താനൂർ നടക്കാവ് ഭാഗത്ത് അടിക്കടി ഉണ്ടാകുന്ന റോഡപകടങ്ങൾ ഇല്ലാതാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് താനൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരവും രക്ഷിതാക്കൾക്ക് മധുരവും നൽകി നടുവിലങ്ങാടി ആനപ്പടി സ്ട്രൈക്കേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. 3ാം വാർഡിലെ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. വാർഡ് കൌൺസിലർ കെ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ശൈശവവിവാഹവും ബാലവേലയും തടയാൻ പ്രത്യേക പരിഗണന നൽകുമെന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗം C. വിജയകുമാർ. ഇത് ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി വേണം. ഇതോടൊപ്പം ബോധവൽക്കരണവും നടത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷനും കീഴിലുള്ള ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിന്റെ 1ഉം 2ഉം വർഷ പരീക്ഷകൾ 26 മുതൽ 31 വരെ നടക്കും. ജില്ലയിൽ 29 കേന്ദ്രങ്ങളിലായി 4994 പേരാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. എല്ലാ ദിവസവും രാവിലെ 10 മുതലാണ് പരീക്ഷ. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ സർക്കാർ നിലപാട് മുസ്ലിം സമുദായത്തെ മുറിവേൽപ്പിച്ചെന്ന് സാദിഖ് അലി തങ്ങൾ. സർക്കാർ തീരുമാനത്തിൽ ആശങ്കയുണ്ട്. അവകാശങ്ങൾ കവർന്നുകൊണ്ടല്ല, മറിച്ച് എല്ലാവരുടെയും അവകാശങ്ങളെ മാനിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ മുസ്ലിം സംഘടനകളുടെ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യമൊരുക്കാൻ പലിശരഹിത വായ്പാ പദ്ധതി ഒരുക്കി തമിഴ്നാട് സർവീസ് സഹകരണ ബാങ്ക്. വിദ്യാതരംഗിണി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോൺ വിതരണം ചെയ്തു. ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൽമത്ത് ഉദ്ഘാടനം ചെയ്തു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് NDA സ്ഥാനാർത്ഥിയായി കറുകൽ സുജാത മത്സരിക്കും. സുജാത ഭരണാധികാരി മുമ്പാകെ പത്രിക സമർപ്പിച്ചു. ഇതോടെ ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.